നിറഞ്ഞിരുന്ന താഴ്വരയാകുന്നു എന്ന് പ്രവാചകനോട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ പ്രവാചകൻ ആ അസ്ഥി കൂമ്പാരത്തിൻ്റെ നടുവിൽ അസ്ഥി താഴ്വരയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ ഒരനുഭവം തൻ്റെ മുമ്പിൽ കാണുന്നു. ഈ അസ്ഥികൾ ഉണങ്ങിയ അസ്ഥികളാണ്, ദ്രവിച്ചു പോയ അസ്ഥികൾ. എന്നാൽ നമുക്ക് തുടർന്ന് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നൊരു കാര്യം, ദൈവം തന്നെ അരുളി ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ ശവക്കുഴി തുറന്ന് ഞാൻ അവരെ പുറത്തെടുക്കും. ഇസ്രായേലിൻ്റെ ഒരു പ്രവചനമാണ്, ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്, അസ്ഥികൾ ഒരിക്കൽ ജീവനുണ്ടായിരുന്നതും ഒരിക്കൽ മാംസമുണ്ടായിരുന്നതും ഒരിക്കൽ ത്വക്കുകൊണ്ട് പൊതിഞ്ഞതുമായ ജീവനുള്ള ഒരു അവസ്ഥ നമുക്കിവിടെ കാണുവാൻ കഴിയും. എന്നാൽ ആ ജീവനുണ്ടായിരുന്ന വ്യക്തികൾ നഷ്ടപ്പെട്ടു പോയൊരു അനുഭവത്തിനൂടെ കാണുവാൻ കഴിയും. കാരണം ശവക്കുഴി തുറന്ന് ഞാൻ നിങ്ങളെ വീണ്ടും പുറത്തെടുക്കും, നിങ്ങൾ സൈന്യമായി തീരുമെന്നാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ കൈമാറുന്ന കാര്യമാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ തിരിച്ചറിയണം, ഉപവസിക്കുന്ന വ്യക്തികൾ തിരിച്ചറിയണം. ഇന്നാളുകളിൽ ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്ന, നിങ്ങൾ കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടെങ്കിൽ ആർപ്പോടെ കൊയ്യുന്ന ഒരു നാള് സമീപിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, എത്രയോ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് കരയുന്നവരുണ്ട്. ഇന്നാളുകൾ നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ട് പിന്മാറിപ്പോയവരെ നമുക്ക് കാണുവാൻ കഴിയും. ചില പാപക്കുരുക്കിൽ കുരുങ്ങിപ്പോയവരെ കാണുവാൻ കഴിയും. മടങ്ങി വരുവാൻ ആഗ്രഹമുണ്ടായിട്ടും മടങ്ങി വരുവാൻ കഴിയാതിരിക്കുന്ന ചിലരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ പറയുന്നത്, മടങ്ങി വരാൻ ആഗ്രഹം ഉണ്ടായിട്ടും മടങ്ങി വരുവാൻ കഴിയാതിരിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ കൈമാറുന്നൊരു ദൂതാണ്, മടക്കി വരുത്തുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, ഒരുപക്ഷെ ഈ ഉണങ്ങി അസ്ഥി പോലെ ആയിരിക്കാം നിന്റെ ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയണം. ബൈബിളിൽ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നൊരു കാര്യമാണ്, നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ അതിനകത്ത് കാണുന്ന വലിയൊരു കാഴ്ച, വലിയൊരു കാര്യം അതിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഇങ്ങനെയാണ്, നീ ഉണങ്ങിപ്പോകും, ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ വീണ്ടും പൊട്ടിക്കിളിർക്കും, അതിൻ്റെ വേര് മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം തട്ടുമ്പോൾ ആ വൃക്ഷം വീണ്ടും പൊട്ടിക്കിളിർക്കാനിടയായിത്തീരും. ഒരു ദൈവ പൈതൽ ഇങ്ങനെയാണ്, അവനെ വെട്ടിയാൽ അവൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകില്ല, വെട്ടിയാൽ അത് വീണ്ടും പൊട്ടിക്കിളിർക്കും. നിന്നെ ദുഷിക്കുകയും പരിഹസിക്കുകയും നിന്നെ മറ്റുള്ളവർ കൊള്ളത്തില്ല എന്ന് മാറ്റി നിർത്തുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്, നീ ഒരു വൃക്ഷമാണ്, നീ ഒരു ദൈവ പൈതലാണ്. നീ വെട്ടുംതോറും പൊട്ടിക്കിളിർത്ത് ദേശത്ത് ഒരു ഫലം കൊടുക്കുന്ന, ദൈവസഭയ്ക്ക് ഒരു ഫലം കൊടുക്കുന്ന ഒരു വ്യക്തിയായി നീ തീരുവാനിടയായിത്തീരും. ഈ പ്രവചനം നിങ്ങൾ ഏറ്റെടുക്കുക പ്രിയരെ. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി വരുത്തുന്ന കാലം അടുത്തിരിക്കുന്നു. നിന്റെ കണ്ണുനീര്, നിന്റെ മക്കൾക്ക് വേണ്ടിയുള്ള കണ്ണുനീര്, നിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. ബൈബിൾ പറയുന്ന അങ്ങനെയാണ്, നീ കണ്ണുനീരോടെ വിതയ്ക്കുന്നത് ആർപ്പോടെ കൊയ്യുന്നൊരു കാലം അടുത്തിരിക്കുന്നു. ആർപ്പോടെ കൊയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ റിസൾട്ട് ഓരോ ഭവനത്തിനകത്തും നിങ്ങൾ ആയിരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് ആ റിസൾട്ട് നിങ്ങളുടെ ഭവനത്തിൽ എത്തിക്കാൻ പോകുന്നു. ഞാൻ ഉറപ്പായി കൈമാറുന്ന കാര്യമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 12-ാം അധ്യായം പഠിക്കുമ്പോൾ അതിനകത്ത് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അതിനകത്ത് അവർ പ്രാർത്ഥിച്ചവരുടെ കൺമുമ്പിൽ ആ ശീമോൻ പത്രോസിനെ സ്വർഗത്തിലെ ദൈവം ദൂതന്മാരെ അയച്ചിട്ട് പരിശുദ്ധാത്മാവിനാൽ അവരെവിടെയാണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥിച്ച സ്ഥലത്ത് ഒരു അത്ഭുതമായി ആ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് പരിശുദ്ധാത്മാവ് അവിടെ കൊടുക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ
സാക്ഷിയായി മാറുകയാണ്. ഒരത്ഭുതം നീ കാണും, ഒരത്ഭുതം നീ കാണും. ഇവിടെ ചിന്തിച്ച് നോക്കിയേ, ഇതിനകത്ത് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് എഹെസ്കേൽ പ്രവചനത്തിനകത്തുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രവചനമാണ്. അസ്ഥി ചലിക്കാതെ കിടക്കുന്ന അസ്ഥി, ശവക്കുഴിയിൽ കിടക്കുന്ന അസ്ഥിയെ ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ ഈ അസ്ഥി താഴ്വരയിൽ ഈ അസ്ഥി ഉണ്ടെന്ന് പ്രവാചകൻ അറിയത്തില്ല. കാണുമ്പോൾ എല്ലാവരും വിശ്വാസികളാണ്, കാണുമ്പോൾ എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരാണ്, കാണുമ്പോൾ